അള്ളാഹുവിൻ്റെ അൽ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇസ്മാണ് ഹയ്യുൻ എന്നത്. എന്നും ജീവിക്കുന്നവൻ എന്ന് നമുക്കിതിന് അർത്ഥം പറയാം. മലക്കുകളുടെ നേതാവായ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ദിക്റുകളിൽപ്പെട്ട ദിക്റാണ് ഹയ്യ് എന്നത്. പരിശുദ്ധമായ ഖുർആനിൽ 5 തവണയാണ് ഈ ഇസ്മ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അബ്ജദിയത്ത് 49. ഹയ്യ് എന്ന ഇസ്മും അതിൻ്റെ ശേഷമുള്ള ഖയ്യൂം എന്ന ഇസ്മും ഒരുമിച്ച് കൂടിയതാണ്, അഥവാ അൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആ മഹത്തരമായ 2 ഇസ്മുകളാണ് അള്ളാഹുവിൻ്റെ അഅ്ളമായ ഇസ്മ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞത് കാണാം. അൽ ഇസ്മുൽ അഅ്ളമിനെ മുൻനിർത്തി എന്തു ചോദിച്ചാലും ഉത്തരം ലഭിക്കുമെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആ ഇസ്മ് അൽ ഹയ്യുൽ ഖയ്യൂം എന്ന ഈ 2 ഇസ്മുകളാണ് എന്നാണ് പല പണ്ഡിതന്മാരുടെയും വീക്ഷണം. ഒരു നിലക്കും നാശമോ മരണമോ ഉണ്ടാകാത്ത രൂപത്തിൽ, നാശവും മരണവും ഒരു നിലക്കും അനുവദനീയമാകാത്ത രൂപത്തിൽ ഹയാത്ത് കൊണ്ട് വിശേഷണം സിദ്ധിച്ചവൻ അള്ളാഹുവിലേക്ക് ഒരു പോരായ്മയും ഒരശക്തതയും വന്നു ചേരുകയില്ല. ചെറിയ മരണം എന്ന് പറയപ്പെടുന്ന ഉറക്കമോ അതല്ലെങ്കിൽ ഒരു തൂങ്ങിയുറക്കമോ അള്ളാഹുവിനെ ബാധിക്കുകയില്ല. എന്നും മൗജൂദാണ് അള്ളാഹു. എന്നും ഹയാത്ത് കൊണ്ട് വിശേഷണം പറയപ്പെടുന്നവനാണ് അള്ളാഹു. സ്വന്തമായി ജീവനുള്ള, മറ്റൊന്നിലേക്ക് ആവശ്യമില്ലാതെ എപ്പോഴും ജീവൻ നിലനിൽക്കുന്ന മൗജൂദായ ദാത്താണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദാത്ത്. പ്രപഞ്ചത്തിലുള്ള ഏത് ജീവനുള്ള വസ്തുക്കളെ എടുത്ത് പരിശോധിച്ചാലും അത് സ്വന്തമായി ഹയാത്ത് ഉള്ളതല്ല, മറിച്ച് അള്ളാഹു ഹയാത്ത് കൊടുത്തപ്പോൾ ഹയാത്തുള്ളതായി മാറിയതാണ്. ആ ഹയാത്തിനെ ആ ജീവികളിൽ നിന്ന് അള്ളാഹു ഊരിയെടുത്തു കഴിഞ്ഞാൽ ആ വസ്തുക്കൾ ജീവനില്ലാതെയാകും. എന്നാൽ അള്ളാഹു എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അള്ളാഹു പരിപൂർണനാണ്, പരിപൂർണത നൽകുന്നവനാണ്. അള്ളാഹുവിൻ്റെ കമാലിയത്ത് കൊണ്ട് അള്ളാഹു സർവ്വ വസ്തുക്കൾക്കും പരിപൂർണത നൽകുന്നു. ദാത്തിൻ്റെ എല്ലാ വിശേഷണങ്ങളെയും പരിപൂർണതകളെയും ഒരുമിച്ച് കൂട്ടിയവനാണ് ഹയ്യായ അള്ളാഹു. ഈ രൂപത്തിലെല്ലാം ഈ ഇസ്മിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഹയ്യ് എന്നതും ഖയ്യൂം എന്നതും വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഇസ്മുകളാണ്. ഹയ്യ് എന്നാൽ പരിപൂർണതയുടെ എല്ലാ വിശേഷണങ്ങളെയും ഒരുമിച്ച് കൂട്ടിയവൻ. ഖയ്യൂം എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കുള്ള ഐശ്വര്യത്തിനെയും ഖുദ്റത്തിനെയും, ഐശ്വര്യത്തിൻ്റെയും ഖുദ്റത്തിൻ്റെയും പരിപൂർണതയെ ഒരുമിച്ച് കൂട്ടിയവൻ.
ഈ രൂപത്തിലെല്ലാം അതിന് അർത്ഥം പറഞ്ഞവർ ഉണ്ട്. ചില പണ്ഡിതന്മാർ ഹയ്യ് എന്നാൽ ദാത്തിൻ്റെ വിശേഷണങ്ങളെ ഒരുമിച്ച് കൂട്ടിയവൻ എന്നും, ഖയ്യൂമ് എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങളിലുണ്ടാകുന്ന എല്ലാ സമ്പൂർണതകളെയും ഒരുമിച്ച് കൂട്ടിയവൻ എന്നും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവാണ് ഹയ്യ്, ഒരിക്കലും മൗത്താകാത്ത, നാശം ചെന്ന് ചേരാത്ത, ഇല്ലായ്മ എന്നൊരവസ്ഥ ഉണ്ടാകാത്ത രൂപത്തിൽ എന്നും ജീവിച്ചിരിക്കുന്നവൻ എന്ന തിരിച്ചറിവിലേക്ക് ഒരാളെത്തിയാൽ തീർച്ചയായും അവൻ അള്ളാഹുവിൻ്റെ മേലിൽ മാത്രമാണ് ഭരമേൽപ്പിക്കുക. മൗത്ത് സംഭവിക്കുന്ന ആളുകളെ അവൻ പരിഗണിക്കുകയില്ല. മറിച്ച് ഏതൊരു കാര്യവും സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവൻ എത്തും. ഈ ഇസ്മിനോട് ബന്ധം പുലർത്തേണ്ടത് ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ മയ്യത്ത് കുളിപ്പിക്കുന്നവൻ്റെ മുമ്പിൽ മയ്യത്ത് കിടക്കുന്നത് പോലെ ആകലാണ്. അവൻ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ചലിക്കുകയില്ല. അള്ളാഹു അവനെക്കൊണ്ട് എന്തെല്ലാം ചെയ്യുന്നുവോ അത് അവനിൽ ഉണ്ടാകുന്നു. സ്വന്തമായി ശരീരത്തിൻ്റെ ഇച്ഛകൾക്ക് അടിമപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം അവനിൽ ഉണ്ടാവുകയില്ല. ഫനാ ബഖാ എന്ന് പറയുന്ന ഉന്നതമായ അവസ്ഥയിലേക്ക് അവനെത്തുന്നു. അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ ഔലിയാക്കളുടെ ആ ഒരവസ്ഥയിലേക്ക് അവൻ എത്തുന്നു ഈ ഇസ്മുമായിട്ട് ബന്ധം പുലർത്തുമ്പോൾ. ഔസുൽ-ആലം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവരൊക്കെ പലപ്പോഴും പറഞ്ഞത്, എന്നോട് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശമില്ലാതെ ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല എന്ന. അതൊക്കെ ഹയ്യ് എന്ന ഇസ്മുമായി ബന്ധം പുലർത്തുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രത്യേകതകളാണ്. ഹയ്യ് എന്ന ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കേണ്ടത്, മഹത്തുക്കൾ പഠിപ്പിച്ചു, നീ സർവ ഇൽമുകളെക്കൊണ്ടും, ഇൽമിൻ്റെ എല്ലാ ഇനങ്ങളെക്കൊണ്ടും, മഅരിഫത്തിൻ്റെ ഇനങ്ങളെക്കൊണ്ടുമൊക്കെ ഹയ്യായി മാറണം. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്നാണല്ലോ. ഇസ്ലാമിൻ്റെ ജീവനാണ് ഇൽമു. ആ ഇൽമൊരു മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ തീർച്ചയായും അവൻ്റെ ഹൃദയം ജീവനുള്ളതായി, അവനിലുള്ള ഇസ്ലാമും ജീവനുള്ളതായി. അപ്പം എല്ലാ ഉപകാരപ്രദമായ അറിവുകളെ കൊണ്ടും ജീവിച്ചിരിക്കുന്നവനാവുക. അതുപോലെ അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് ജീവിച്ചിരിക്കുന്നവനാവുക. ഹദീസുകളിൽ തന്നെ നമുക്ക് കാണാം, അള്ളാഹുവിൻ്റെ ദിക്ർ ഉള്ള മനുഷ്യൻ അവൻ ഹയ്യ് ആയ വസ്തുവിനെ പോലെയാണ്, ജീവനുള്ളവനെ പോലെയാണ്. ദിക്ർ ഇല്ലാത്ത, അള്ളാഹുവിൻ്റെ സ്മരണ ഇല്ലാത്തൊരു മനുഷ്യൻ മയ്യത്തിനെ പോലെയാണ്. അപ്പം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് ഹയ്യായി മാറണം. അതുപോലെ തന്നെ മൗത്തിനോട് സമാനമായ നൗമ്, അല്ലെങ്കിൽ ചെറിയ ഒരു മരണമാകുന്ന ഉറക്ക്, ആ ഉറക്കം വളരെ കുറഞ്ഞ രൂപത്തിൽ ആക്കി മാറ്റിയിട്ട് നമ്മൾ ഹയാത്തുള്ള അവസ്ഥയിൽ ആകണം. ചില ആളുകൾ എപ്പോഴും ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥയിൽ കാണാം. അതിന് മാറ്റം വരുത്തേണ്ടതുണ്ട് ഈ ഇസ്മുമായി സ്വഭാവം ശ്രദ്ധിക്കുമ്പോൾ. അതുപോലെ തന്നെ
അശ്രദ്ധ നമ്മളിൽ നിന്ന് ഇല്ലാതെയാക്കണം. അശ്രദ്ധ എന്നത് അള്ളാഹുവിനെ തൊട്ടുള്ള അശ്രദ്ധ, ദീനിനെ തൊട്ടുള്ള അശ്രദ്ധ, ഇതൊക്കെ യഥാർത്ഥത്തിൽ മരണസമാനമായ കാര്യങ്ങളാണ്. അപ്പം ആ വിഷയങ്ങൾ നമ്മളിൽ നിന്ന് പാടേയില്ലാതെയാക്കി നാം ഹയാത്തുള്ളവരാകണം. അത്താഴ സമയങ്ങളിൽ നാം ഹയ്യാകണം. ഉറക്കത്തിൽ ആയിപ്പോകാൻ പാടില്ല. കാരണം അള്ളാഹുവിനോട് എന്ത് ദുആ ചെയ്താലും ഉത്തരം തരുമെന്ന് അല്ലാഹു തആല നമ്മോട് പറഞ്ഞിട്ടുള്ള സമയങ്ങളാണ് ആ സമയങ്ങൾ. ആ സമയങ്ങളിൽ നാം മയ്യത്തായി കിടന്നുറങ്ങാതെ ഹയാത്തുള്ളവരാവുക. വളരെ ശ്രേഷ്ഠമായ സമയങ്ങളിൽ നമ്മൾ ഹയാത്തുള്ളവരാവുക. സുബ്ഹിൻ്റെ തൊട്ട് പിറകിലുള്ള സമയം, സൂര്യൻ ഉദിക്കുന്നത് വരെ, അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് ആകുന്നത് വരെയുള്ള സമയം അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന സമയമാണ്. ആ സമയത്ത് അശ്രദ്ധയുടെ മരണം നമ്മിൽ ഉണ്ടാകാതെ നാം ശ്രദ്ധയുടെ ഹയാത്തുള്ളവരായി മാറുക. അതുപോലെ തന്നെ നമ്മളുടെ ഹയാത്ത് കൊണ്ട് മറ്റുള്ള എല്ലാ വസ്തുക്കൾക്കും ഹയാത്ത് ഉണ്ടാവുക. നാം മറ്റുള്ളതിന് ജീവൻ കൊടുക്കുക. വരണ്ട് കിടക്കുന്ന, മരിച്ചു കിടക്കുന്ന ഭൂമികൾ, ഇൽമ് തീരെ ഇല്ലാതെ മരിച്ചു കിടക്കുന്ന നാടുകൾ, അറിവിനെക്കുറിച്ച് പോലും അറിവില്ലാതെ, ദീനിൻ്റെ വിഷയങ്ങൾ തീരെ ഇല്ലാതെ കിടക്കുന്ന, മരിച്ചവർക്ക് സമാനമായി ജീവിക്കുന്ന അടിമകളിലേക്ക് ഇസ്ലാമിനെക്കുറിച്ചുള്ള അറിവ് നൽകി അവർക്ക് നമ്മൾ ഹയാത്ത് കൊടുക്കുക. ഇതൊക്കെ ഈ ഇസ്മുമായി സ്വഭാവം ശ്രദ്ധിക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഹയ്യ് എന്നത് അള്ളാഹുവിൻ്റെ ദാത്തിയായ സിഫത്താണ് എന്നാണ്. ഈ ഇസ്മിനെ നമ്മൾ ധാരാളമായി ചൊല്ലുമ്പോൾ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനോടുള്ള മഹബത്ത് വർദ്ധിച്ച് വരുന്നത് കാണാം. കാരണം എൻ്റെ റബ്ബ് എന്നും ഹയാത്തുള്ളവനാണ്, ജീവിക്കുന്നവനാണ്. ആ റബ്ബ് തന്ന ഹയാത്ത് കൊണ്ടാണ് ഞാനിവിടെ ഇപ്പോൾ ജീവിക്കുന്നത്. ആ റബ്ബ് തരുന്ന ഹയാത്ത് കൊണ്ട് തന്നെയാണ് ഇനി പുനർജീവിപ്പിക്കപ്പെടുന്ന സമയത്തും ഞാൻ ജീവനുള്ളവനാകുന്നത് എന്ന ഒരു ബോധത്തിലേക്ക് എത്തുമ്പോൾ അള്ളാഹുവിനോടുള്ള സ്നേഹം അവനിൽ കൂടുതലായി കൊണ്ടിരിക്കും. എന്നും ഹയാത്തുള്ളവനായതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിക്കാൻ പറ്റുന്നവനാണ് എന്ന ഒരു ബോധമുണ്ടാകുന്നത് കൊണ്ട് സത്യസന്ധമായ തവക്കുല് ആ മനുഷ്യനിൽ ഉണ്ടാകും. അതേപോലെ തന്നെ ഈ ഇസ്മിനെ ധാരാളമായി നമ്മൾ ചൊല്ലുന്ന സമയത്ത് നമ്മളുടെ ഓരോ കാര്യങ്ങളിലും ജീവൻ ഉണ്ടാകും. സർവ്വരോഗങ്ങളിൽ നിന്നും പരിപൂർണമായ രക്ഷ നമുക്കുണ്ടാകും. തൗഹീദിൻ്റെ നൂറ് കൊണ്ട്, പ്രഭ കൊണ്ട് നമ്മുടെ ഖൽബ് ഹയാത്തുള്ളതാകും. അതുപോലെ തന്നെ ദീർഘായുസ് നമുക്ക് ലഭിക്കാൻ കാരണമാകും. കുറേ അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്കുണ്ടാകും. ഇങ്ങനെ പല നേട്ടങ്ങളും ഈ ഇസ്മിന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തആല ഈ ഇസ്മിനെ എന്നും നിലനിർത്താനും അതുമായി ബന്ധം പുലർത്താനും നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ.